ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകും. കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു തട്ടിപ്പ് സംഘത്തിന്റെ കരങ്ങളെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. വൈകിട്ട് തിരുവനന്തപുരം ഇഞ്ചക്കൽ ഓഫീസിൽ ഹാജരാകുമെന്ന് ചെന്നിത്തല ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 500 കോടിയിലധികം 500 മുതൽ 1000 കോടി വരെ വില വരുന്ന തരത്തിലേക്ക് ഇത് ആൻറ്റിക്സായി വിറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എന്നോടൊരു വ്യവസായി ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് വെളിയിൽ പറയാൻ ഭയമുണ്ട്. അതുകൊണ്ട് ഞാൻ SITക്ക് ഒരു കത്തെഴുതി ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിവരം എനിക്ക് കിട്ടി, എൻ്റെ കയ്യിൽ മറ്റു തെളിവുകളില്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയും, അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ച് രഹസ്യമായി ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയും, അദ്ദേഹത്തിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് അവരോട് പറയാൻ പോകുന്നത്. PR പ്രവീണ തിരുവനന്തപുരം നമുക്കൊപ്പം ചേരുകയാണ്. പ്രവീണ, ഒടുവിൽ ചെന്നിത്തല SITക്ക് മുന്നിൽ മൊഴി നൽകാൻ പോവുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞ പോലെ തന്നെ പുരാവസ്തു കൊള്ള സംഘത്തിന് ഈ ഒരു ദ്വാരപാലക ശില്പങ്ങളും അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണവും എല്ലാം കൈമാറി കിട്ടിയിട്ടുണ്ട്. 500 മുതൽ 1000 കോടി വരെയുള്ള ഒരു കച്ചവടം നടന്നിട്ടുണ്ട്. ഇതേക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തനിക്ക് നൽകിയത് വിദേശ വ്യവസായിയാണ്. ആ വിദേശ വ്യവസായിക്ക് കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ വ്യവസായങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങളൊക്കെയും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അദ്ദേഹം മുൻപ് മറ്റൊരു വിവരം നൽകിയിരുന്നു. ആ വിവരം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുകയും അതുവഴിയുള്ള കോടതി ക്രയവിക്രയങ്ങൾ ഇപ്പോൾ നടക്കുകയുമാണ്. ഹൈക്കോടതിയിൽ ആ കേസ് നടക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ വെച്ച് SITക്ക് ഒരു കത്ത് എഴുതുകയും ഇപ്പോൾ SITക്ക് മുന്നാകെ ഹാജരാകാൻ തീരുമാനിക്കുകയും ചെയ്തത്. ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, ആ വ്യക്തി നൽകിയ വിവരങ്ങൾ ഇതെല്ലാം തന്നെ SITക്ക് മുന്നിൽ കൈമാറും. ഒപ്പം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ, ആ ചോദ്യം ചെയ്യൽ പരസ്യമായിട്ടാകരുത് എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയധികം സംരക്ഷണം അടക്കം നൽകേണ്ടി വരുന്നൊരു സ്ഥിതിയുണ്ട് എന്നുള്ള കാര്യവും രമേശ് ചെന്നിത്തല SITക്ക് മുന്നാകെ ബോധിപ്പിക്കും. 3 മണിക്ക് ഇഞ്ചക്കലിലെ ഓഫീസിലാണ് SITയുടെ മുന്നിൽ ഹാജരായി രമേശ് ചെന്നിത്തല മൊഴി നൽകുക. ശരി, നന്ദി. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നിത്തല ഇന്ന് വൈകിട്ട് ഞാറക്കലിലെ ഓഫീസിലെത്തി SITക്ക് മൊഴി നൽകും സ്വർണ്ണപ്പാളി വിവാദത്തിൽ.